ഹായ് കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാം യൂണിറ്റിലെ ഉടമസ്ഥത എന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നത്. 1906 തിരൂർ താലൂക്കിലെ കുറ്റിപ്പുറത്താണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ജനനം. 15ാം വയസ്സിൽ തന്നെ വക്കീൽ ഗുമസ്തനായി ആലപ്പുഴയിൽ ജോലി ചെയ്തു. കരിപ്പൻ ജീവിത സത്യങ്ങളെ കവിതകളിലൂടെ ആവിഷ്കരിച്ച കവിയാണ് ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങൾ പുത്തൻകലവും അരിവാളും, കാവിലെ പാട്ട്, ഒരു പിടി നെല്ലിക്ക തുടങ്ങിയവയാണ്. 1974 അദ്ദേഹം നിര്യാതനാവുന്നത്. ഉടമസ്ഥത എന്ന കവിതയിലേക്ക് പോകാം. അച്ഛന്റെ സമ്മാനമാം പെണ്ണുമായി നിൽക്കും നേര തപ്പുവീനുണ്ടായി തീർന്നേ ദസ്വസ്ഥ്യം പലേ മട്ടിൽ, ഇതിനെ കളഞ്ഞാലോ തല്ലുകൊള്ളുമെന്നേട്ടൻ, ഇതു നാലായിട്ടുണ്ടാം നാളേക്കെന്നുടനമ്മ, എന്റെ പെണ്ണിനി തൊട്ടു പോയാൽ എന്നേടത്തി താൻ എന്തൊക്കെ താക്കീതുകൾ ഏറ്റണം ഇതോടൊപ്പം. ബാലാഹസ്കരൻ മാച്ചു നിലക്കൽ പലകതൻ ചായപ്പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു. ഉമ്മറക്കോലായിന്മേൽ അഭിനന്ദന സദ സുന്മിഷത്താക്കാനെത്തി ഇളയ വെയിൽ നാളം. ചുണ്ടിൽ പൂവിരിയലോടവനാ സമ്മാനത്തെ കണ്ടു, തണ്ടയ്യ നീലച്ചെമ്പിന്റെ ഇളം കൂമ്പോ, വിരിയാൻ വെമ്പിടുന്ന ചമ്പകമൊട്ടോ, മുന അറിവിൻ പറ്റാത്തതാ മുറവാണതിനുള്ളിൽ. കണ്ണിലിത്തിരി വെള്ളച്ചായയുണ്ടായി പിന്നെ ഉണ്ണിയതച്ഛൻ തന്റെ മേശമേൽ തന്നെ വച്ചു. എന്റെ അല്ലിതു ചൊടിച്ചിറങ്ങിപ്പോയാനവൻ എന്തിനീ എന്നിത്തിരി സംഭ്രമമങ്ങുണ്ടായി. ഏറിപ്പോയി കുറച്ചെന്നാണേവർക്കും അഭിപ്രായം, ഏകശാസനനച്ഛനവനെ ശിക്ഷിച്ചാലോ. ശാന്തനായി ചിരിച്ചച്ഛൻ അമ്മയോടോതി, നിങ്ങളെന്റെ സമ്മാനം വെറും വാടകച്ചരക്കാക്കി. ഉടമസ്ഥതയെന്നാൽ ഉപയോഗിച്ചിടാനും ഉടച്ചു കളയാനും സ്വാതന്ത്ര്യം എന്നാണർത്ഥം. ആശയം പങ്കുവയ്ക്കാം. ഇടശ്ശേരി കവിതയായ ഉടമസ്ഥതയിൽ അപ്പുവിന് ഒരു പെൻ സമ്മാനമായി നൽകുകയാണ് അച്ഛൻ. പേന കൊടുക്കുമ്പോൾ ഇത് കളഞ്ഞാൽ നിനക്ക് തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ പറഞ്ഞു. ഓ, ഇത് നാളേക്ക് കാണാം, 4ആയിട്ട് അതാ അവിടെ കിടക്കണം, അപ്പു കേടുവരുത്തുമെന്ന് അമ്മ. നിനക്കേതായാലും ഒരു പേന കിട്ടിയില്ലേ, ഇനി എൻ്റെ പേന എടുത്താൽ നിനക്ക് തല്ലുകൊള്ളുമെന്ന് ഏടത്തിയും പറഞ്ഞു. അപ്പോ അച്ഛൻ തന്ന പേന അപ്പുവിന് ഭാരമായി തോന്നുകയാണ്. ഇവിടെ അപ്പുവിന് ഒരു സമ്മാനം കിട്ടിയെങ്കിലും അതിൽ അവന് സ്വാതന്ത്ര്യം ഇല്ല. അത് അച്ഛൻ കൊടുത്ത പേനയാണ്. അതിനൊരുപാട് നിബന്ധനകൾ കുടുംബക്കാർ വയ്ക്കുകയും ചെയ്തപ്പോൾ അവനത് ഭാരമായി തോന്നുകയാണ്. കവിതയുടെ അവസാനം അച്ഛൻ പറയുന്ന വാക്കുകളാണ് ഇതിൻ്റെ ആശയം. ഉടമസ്ഥതയെന്നാൽ ഉപയോഗിച്ചിടാനും മുടച്ചു കളയാനും, അതായത് ഉടച്ചു കളയാനും സ്വാതന്ത്ര്യമുണ്ടാകുന്ന ഒന്നായിരിക്കണം. തൻ്റേതാവണം പേന, തൻ്റെ മാത്രമാവണം പേന. ആ പേന എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം. അതില്ലാത്തിടത്തോളം എനിക്കെന്തിനാണ് ഈ പേന? സ്വാതന്ത്ര്യം എന്നത് കരുതലോടെയുള്ള ഉടമസ്ഥതയിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന് സാരം. കവിത ഒരു 4 പ്രാവശ്യമെങ്കിലും കൂട്ടുകാർ വായിക്കണം. അതിനുശേഷം അതിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കണ്ടുപിടിക്കണം. 42ാമത്തെ പേജിൽ കണ്ടെത്താൻ പറയാമെന്ന ഭാഗത്ത് അച്ഛന്റെ സമ്മാനമാം പെന്നുമായി നിൽക്കുന്ന നേരത്ത് അപ്പുവിനോട് ഏട്ടനും അമ്മയും അടുത്തേയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു? വ്യക്തമായി തന്നെ ആദ്യത്തെ വരികളിലുണ്ട്.
എന്തൊക്കെയാണ് പറഞ്ഞത്? ഏടത്തി പറഞ്ഞു എൻ്റെ പേന ഇനി എടുക്കണ്ടെന്ന്. ഏട്ടൻ പറഞ്ഞു കളഞ്ഞാൽ നിനക്ക് തല്ല് കിട്ടുമെന്ന്. അമ്മ പറഞ്ഞു അപ്പു അത് കേടുവരുത്തുമെന്ന്. അതാണ് അതിൻ്റെ ഉത്തരം. ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? അപ്പോൾ ബാലസൂര്യൻ ഉദിച്ചു വരുമ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്. തൻ്റെ കിരണങ്ങൾ കൊണ്ട് വെയിൽ നാളമായി ബാലസൂര്യൻ ചിത്രം വരയ്ക്കുകയാണ് ചെയ്തത്. അടുത്ത ചോദ്യം, ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് ആരായിരുന്നു? സൂര്യനാളമായിരുന്നു അവിടെ എത്തിയത്. അപ്പുവിന് അച്ഛൻ്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാമോ എന്നാണ് അടുത്ത ചോദ്യം. അച്ഛൻ്റെ സമ്മാനത്തെ ഇഷ്ടപ്പെടുന്ന വരികൾ ഇതാണ്. ചുണ്ടിൽ പൂവിരിയലോടെ അവൻ ആ സമ്മാനത്തെ കണ്ടു. തണ്ടയ്യ നീലച്ചേമ്പിന്റെ ഇളംകൂമ്പ് പോലെയാണ് പേനയുടെ തണ്ട്. വിരിയാൻ വെമ്പിയിടുന്ന ചെമ്പകമൊട്ടോ. ചെമ്പകപ്പൂവിനെ കണ്ടിട്ടുണ്ടല്ലോ കൂട്ടുകാരെ. ചെമ്പകപ്പൂ വിരിയാൻ നിൽക്കുന്ന പോലെയാണോ അതിൻ്റെ മുന? അറിവിൻ പറ്റാത്തതാ മുറവാണ് അതിനുള്ളിൽ. ആ പേന കൊണ്ട് അറിവിൻ്റെ ധാരാളം സാധ്യതകൾ ആ പേനയിൽ നിന്നാണ് വിടരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പേന അവന് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ പേന ഉപയോഗിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അവനത് തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, അച്ഛൻ നൽകിയ സമ്മാനം അപ്പു ഉപേക്ഷിക്കാൻ കാരണം എന്താവാം? അതെ, അവനതിൽ സ്വാതന്ത്ര്യമില്ലാത്തത് തന്നെ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണ്? അവസാനത്തെ വരികളിലാണ് അത് പറയുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനും ഉടച്ചുകളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.